യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തകർച്ചയിലും ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മെ എങ്ങനെ സംരക്ഷിക്കുന്നു, ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അവസ്ഥ തിരിച്ചറിയണം കേട്ടോ. നമ്മുടെ അവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് തമ്പുരാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും തമ്പുരാൻ നമുക്ക് വേണ്ടതായ സംരക്ഷണവും അനുഗ്രഹവും ഒക്കെ തരും. അതുകൊണ്ട് ആ സക്കറിയായുടെ പുസ്തകം 2-4 നാം വായിക്കുന്നത്, അവൻ പറഞ്ഞു, ഓടിച്ചെന്ന് ആ യുവാവിനോട് പറയുക, ജെറൂസലേമും മനുഷ്യരും മൃഗങ്ങളും പെരുകി കോട്ടയില്ലാത്ത ഗ്രാമപ്രദേശങ്ങൾ പോലെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. ആ വചനം നോക്കിയ പ്രിയമുള്ളവരെ, അവർ ഇവിടെ പറയാണ്, മനുഷ്യ മൃഗങ്ങളും പെരുകി പെരുകി കോട്ടയില്ലാത്ത ഗ്രാമപ്രദേശങ്ങൾ പോലെ കിടക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക പ്രിയമുള്ളവരെ, പല കാരണങ്ങളാൽ നമുക്ക് സംരക്ഷണം നഷ്ടമായ ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ, ഒരു കുടുംബമായി മാറിയിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് നാം പ്രാർത്ഥിച്ചാൽ 5-ാം വാക്യം പറയുന്നത് എന്താണത്? ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. 5-ാം വാക്യം പറയാ, ദൈവം തന്നെ സംരക്ഷണം. ഈ എൻ്റെ അവസ്ഥ ഞാൻ അറിഞ്ഞു, പലതരത്തിലും സംരക്ഷണം നഷ്ടമായി. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഞാനങ്ങ് പറയുമ്പോൾ 5-ാം വാക്യം പറയുന്നു, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും കർത്താവ് അരുളിച്ചെന്നു. പ്രിയമുള്ളവരെ, ഈ വചനം ഒന്ന് നോക്കിയേ, ഒന്ന് ഏറ്റെല്ലി പ്രാർത്ഥിച്ച്. എന്താ പറയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ, എൻ്റെ അവസ്ഥ തിരിഞ്ഞപ്പോൾ, എൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവസന്നിധിയിൽ പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം എന്താ? എനിക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. വീണ്ടും അങ്ങനെ കർത്താവ് കോട്ട കെട്ടി. പിന്നെന്താ സംഭവിക്കുന്നത്? ദൈവം എൻ്റെ ജീവിതത്തിൽ മഹത്വമായി എൻ്റെ മധ്യത്തിലാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് വേലിക്കെട്ട് കിട്ടും. നിങ്ങളവർക്ക് വേലിക്കെട്ടില്ലാത്ത പറമ്പാണെങ്കിൽ ഏത് മൃഗങ്ങളും കയറി വരത്തില്ലേ? മതിലുകളില്ലാത്ത ഭവനമാണെങ്കിൽ ഏത് മൃഗങ്ങളും എല്ലാവരും കയറി വരത്തില്ലേ? അതുകൊണ്ട് എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി കോട്ട കെട്ടും. ഇനി കോട്ട കെട്ടി കഴിഞ്ഞാൽ ഗുണം എന്താണെന്നറിയാമോ? സക്കറിയായുടെ പുസ്തകം 9-ാം വാക്യത്തിൽ, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ പ്രിയമുള്ളവരെ, എത്ര മനോഹരമായ ഒരു വചനമാണ്. പിന്നെ ഇങ്ങനെ തമ്പുരാൻ വേലിക്കെട്ട് എനിക്ക് വേണ്ടി കെട്ടി ഭവനത്തിന് എനിക്കും സംരക്ഷണം തന്നാൽ പിന്നെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റത്തില്ല, ഒരു മർദ്ദകന് പിന്നെ കീഴടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവസാനമായിട്ട് എന്താണെന്നറിയാമോ? ജോബിൻ്റെ പുസ്തകം 1:10 പറയുന്നു, അങ്ങനെ ദൈവം എനിക്ക് വേലി കെട്ടി സംരക്ഷണം തരുന്നു. അങ്ങനെ വേലിക്കെട്ടിലാകുമ്പോൾ എന്ത് ചെയ്യും? കർത്താവിൻ്റെ വചനം പറയുന്നു, ജോബ് 1:10, അങ്ങവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, അവൻ്റെ പ്രവൃത്തികളായി അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം ഓർക്കുക. ഈ വചനം ഓർത്തുകൊണ്ട് നേറ്റിൽ വായിച്ചേ പ്രിയമുള്ളവരെ. അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയ്ക്കും സുരക്ഷിതത്വം നൽകി. വീണ്ടും വചനം പറയുന്നു, എൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ആരെന്ന് തിരിച്ചറിയുന്നു. എനിക്ക് സംരക്ഷണം നഷ്ടമായി, പാപം ചെയ്തു, ദൈവകൃപ എന്ന് മാറ്റപ്പെട്ടുവെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തുമ്പോൾ എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം എനിക്ക് സംരക്ഷണം തരും, ചുറ്റും വേലി കെട്ടും. ആ വേലി കെട്ടി തമ്പുരാൻ എനിക്ക് സുരക്ഷിതം തന്നാൽ തമ്പുരാൻ തന്നെ സുരക്ഷിതമായതുകൊണ്ട് പിന്നെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് തമ്പുരാൻ്റെ കണ്ണുകൾ എന്നോട് കൂടെയുണ്ട്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ഈ ദിവസം ജീവിതം മുഴുവനും കർത്താവ്, ഞാൻ എൻ്റെ അവസ്ഥ തിരിച്ചറിയുന്നെങ്കിൽ ഞാൻ ബലഹീനനാണ്, നീ നിൻ്റെ സംരക്ഷണത്തിൻ്റെ കോട്ട കെട്ടി എന്നെ അനുഗ്രഹിക്കണമേ. നിൻ്റെ കണ്ണ് എന്നോട് കൂടി ആകട്ടെ. ഞാൻ പുറത്താകുമ്പോഴും അകത്താകുമ്പോഴും എപ്പോഴും ഞാൻ ഒന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, നിൻ്റെ ദൃഷ്ടിഭാഗത്തും മാറാതെ നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.